ഹേ ഗൈസ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മിനാർ ക്രൂസിൻ്റെ അടുത്താണ്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നത് ക്രൂസിലാണ്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അമ്മയും അച്ഛനെയും ഒരു സർപ്രൈസ് ആയിരുന്നു. ആക്ച്വലി ഇത് വരുമ്പോൾ ഞാൻ അറിഞ്ഞു, അതുവരെ ഒരു പ്ലാനും ഇല്ലാന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ ക്രൂസിലായിരുന്നു ഞാൻ എൻ്റെ കേക്ക് കട്ടിങ് ചെയ്തത്. അതായത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറബിക് സീ ആണ്. കടലിൻ്റെ നടുവിലെത്തിയിട്ടാണ് ഞാൻ എൻ്റെ കേക്ക് കട്ടിങ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ മിനാർ ക്രൂസിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇന്ന് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നന്മകളും പ്രാർത്ഥനകളും ഉണ്ടാകട്ടെ എന്ന് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു കേക്ക് കട്ടിങ് ആയിട്ടുണ്ട്. നമുക്ക് ടൈമുണ്ട്, സമയമുണ്ട്. ഇനി 2 മണിക്കൂറിനിടയ്ക്ക് നമുക്ക് കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട്. അതും ചെയ്യരുത്. മിക്സ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ പറയാം. നമ്മൾ വി ആർ ഗോണ പ്ലേ ദിസ് ഗെയിം ഫോർ 5 റൗണ്ട്. 5 റൗണ്ടിൽ കളിക്കും. ഈ 5 റൗണ്ടിലും ഐ വിൽ ഷോ യു, ഐ വിൽ ടീച്ച് യു ഹൗ ഹീസ് ഗോണ തിങ്ക്. ഇദ്ദേഹം എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, റെഡി ആണെങ്കിൽ മിക്സ് ചെയ്തുകൊണ്ടിരുന്നു. വെൻ യു ആർ റെഡി ആകുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരാം. 5 റൗണ്ട് കൊണ്ടുവരാം, 2 കൈ. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ ഓർ ലെഫ്റ്റ് ഹാൻഡഡ് പേഴ്സൺ? റൈറ്റ് ആണ്. സി കുറച്ചൊന്ന് റൈറ്റ് ആണ് അല്ലേ? ഈ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആളുടെ കയ്യിൽ വെനെവർ ഐ പ്ലേ ദിസ് ഗെയിം ഫസ്റ്റ് റൗണ്ടിൽ കളിക്കുമ്പോൾ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ ആയിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുക. ഇഫ് യു ആർ എ റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ, ലെഫ്റ്റ് കയ്യിലുണ്ടാവും. താങ്ക് യു. പിടിച്ചോ. ചെയ്ത് സിമ്പിൾ ആണ്. സെക്കൻഡ് റൗണ്ട് ബാക്കിലേക്ക് കൊണ്ടുപോകും. അത് തന്നെ ചെയ്തോ, മാറ്റിയിട്ട് കൊണ്ടുപോരാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് റൗണ്ട് കളിച്ചപ്പോൾ എവിടെയായിരുന്നു വരുന്നത്? കോയിൻ വാസ് ഇൻ ഹിസ് ലെഫ്റ്റ് ഹാൻഡ്. അദ്ദേഹം കൈ ബാക്കിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഗോ ബിഹൈൻഡ് യുവർ ബാക്ക്, അത് തന്നെ ചെയ്തോ, എന്നിട്ട് മാറ്റിക്കോ. സബ് കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ് ഇതെല്ലാം കേൾക്കും. അപ്പോൾ ഇദ്ദേഹം കൈ ബാക്കിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ പറഞ്ഞു, ഗോ ബിഹൈൻഡ് യുവർ ബാക്ക്, അത് തന്നെ ചെയ്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് വെച്ചോ, എന്നിട്ട് മാറ്റിക്കോ. പിടിച്ചോ. തേർഡ് റൗണ്ട് ബാക്കിലേക്ക് കൊണ്ടുപോകും. മിക്സ് ചെയ്തുകൊണ്ടിരുന്നോ, വെൻ യു ആർ റെഡി കൊണ്ടുപോരാ. നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ റൈറ്റിലായിരുന്നു, പിന്നെ ലെഫ്റ്റിലേക്ക് വന്നു. ഇനി അല്ല സോറി, ഫസ്റ്റ് പറഞ്ഞത് മാറിപ്പോ. ഫസ്റ്റ് ലെഫ്റ്റിലായിരുന്നു, പിന്നെ റൈറ്റിലേക്ക് പോയി. 85% ഓഫ് ദ ടൈം തേർഡ് റൗണ്ടിൽ ദ ചാൻസസ് ആർ ഇറ്റ് ഷുഡ് ബി ഹിയർ, ബിക്കോസ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്.
ഇങ്ങനെ പോകാനാണ് സാധ്യത കൂടുതൽ. ബട്ട് സാറ് വരുന്നത് എവിടെ നിന്നാ? പാലക്കാടുകാർക്ക് ഇത് ബാധകമല്ല. പാലക്കാടുകാർ വിൽ ഡൂ ദ ഓപ്പോസിറ്റ്. അവരെങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്? ലെഫ്റ്റ് റൈറ്റ് റൈറ്റ്. പിടിച്ചോ? 4th റൗണ്ട് ബാക്കിലേക്ക് പോക്കും. അടുത്തൊരു ബേസിക് ബോഡി ലാംഗ്വേജ് ആണ്. മിക്സ് ചെയ്തുകൊണ്ടിരുന്നത് റെഡി ആകുമ്പോൾ കൊണ്ടുവരാൻ. സിമ്പിൾ ബോഡി ലാംഗ്വേജ് ആണ്, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഫേസ് ഈ കയ്യിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. ഹ്യൂമൻ ബീങ്സ് വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് പറഞ്ഞു പിടിച്ചോ? ഫൈനൽ റൗണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരുന്നോ. സി ഇന്റലിജന്റ് പീപ്പിൾ വിൽ കീപ് ദ തിങ് ഇൻ ദർ ലെഫ്റ്റ് ഹാൻഡ്. ബുദ്ധിയുള്ളവർ ലെഫ്റ്റ് കയ്യിൽ വെക്കും കേട്ടോ. There are 3 category of people. 3 കാറ്റഗറി ആൾക്കാരുണ്ട്. കാറ്റഗറി ഉണ്ട്. പാലക്കാട് സൈഡിലുള്ളവർ എങ്ങനെ അറിയോ? സ്റ്റേറ്റ്മെന്റ് ഈസ് ലെഫ്റ്റിൽ ബുദ്ധിയുള്ളവർ വെക്കും. അത് വേണ്ട, അവൻ കണ്ടുപിടിക്കും, എന്നാൽ റൈറ്റിൽ വെച്ചേക്കാം. ചിലപ്പോൾ അതായിരിക്കും അവന് വേണ്ട, എന്നാൽ പിന്നെ ലെഫ്റ്റിൽ വെച്ചേക്കാം. അത് വേണ്ട, നല്ല റൈറ്റിൽ വെച്ചേക്കാം. കാരണം കഴിഞ്ഞ ആദ്യത്തെ 2 റൗണ്ടിൽ ഞാൻ റൈറ്റിലാണ് വെച്ചത്. സോ അവിടെ തന്നെ ഇരിക്കുന്നതാണ് എൻ്റെ കംഫർട്ട് സോൺ. അവിടെ വെച്ചാൽ അവൻ കണ്ടുപിടിക്കില്ല. തുറക്ക്. ഒരു കൈയടി കൊടുത്ത് ഗീവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. നന്നായിട്ട് കളിച്ചോളൂ. താങ്ക് യു സോ മച്ച്. പോയിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അറേബ്യൻ പാലസിലാണ്. നമ്മളെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ പേരെന്താണ്? ഹണി ഗ്ലേസ് ചിക്കൻ കുഴിമന്തി. ആമി ബിസി. ആമി അവന് എങ്ങനെയുണ്ട്? സൂപ്പർ. നല്ല ടേസ്റ്റ്.